صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ശൈത്വാനിൽ നിന്നും പിശാചിൽ നിന്നും എങ്ങനെ നമുക്ക് മുക്തി നേടാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരവുമായിട്ടാണ് ഗുഡ്നസ് പാത്ത് ഇന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പല സാധനങ്ങളും നഷ്ടപ്പെടാറുണ്ട്. നഷ്ടപ്പെട്ട സാധനങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ വീണ്ടെടുക്കാം, എളുപ്പത്തിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെടുക്കാനുള്ള ഒരു മാർഗം കൂടെ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൽമിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്കും അതിൻ്റെ ഒരു ഭാഗവാക്കാവാൻ സാധിക്കും. അള്ളാഹു പ്രതിഫലം നൽകട്ടെ. വിഷയത്തിലേക്ക് കിടക്കാം. പിശാച്, ഇബ്ലീസിൻ്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിൻ്റെ സക്കാത്ത് സമ്പത്തുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ സക്കാത്തുകളെല്ലാം സൂക്ഷിച്ച് അത് സംരക്ഷകനായി നിൽക്കുന്ന സമയത്ത് രാത്രിയായപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒന്ന് മയങ്ങിപ്പോയി. തൽസമയം ആ മയക്കത്തിൻ്റെ തക്കം നോക്കി ഒരാൾ അവിടെ വന്ന് സക്കാത്ത് മുതലൊക്കെ അപഹരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ മോഷ്ടാവിനെ കണ്ടതും ഉടനെ പിടികൂടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിന്റെ കള്ളത്തരം ഞാൻ ഹബീബിനോട് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോൾ ആ മോഷ്ടാവ് പറഞ്ഞു, എന്നെ ദയവ് ചെയ്ത് വിടണം, ഞാനൊരു പാവമാണ്, പട്ടിണിയാണ്, പട്ടിണി കിടന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ മോഷണത്തിന് വന്നത്, എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്ക് അയാളോട് ദയ തോന്നി, അയാളെ വിട്ടയച്ചു. അങ്ങനെ പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്നലെ രാത്രി വന്ന ആളെ നീ എന്ത് ചെയ്തു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ അയാളുടെ ദയാദാക്ഷിണ്യം കണ്ട്, അയാൾ വീട്ടിൽ പട്ടിണിയാണ്, വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, പട്ടിണി കിടക്കുകയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ കള്ളനാണ്, അയാൾ കളവാണ് പറഞ്ഞത്, അയാൾ വീണ്ടും വരും, ഇനി അയാളെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ കള്ളൻ അതേപോലെ വന്ന് മോഷണം ആരംഭിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും പിടികൂടി. ഇന്ന് നിന്നെ വിടുകയില്ല, ഇന്ന് നിന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടികൂടിയപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ പട്ടിണി കൊണ്ടാണ് വന്നത്, എന്നെ ദയവ് ചെയ്ത് വിടണം, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ വീണ്ടും ദയ തോന്നിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിട്ടയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലിൽ വന്ന് വീണ്ടും ചോദിക്കുന്നു, ഇന്നലെ അയാൾ വന്നല്ലോ, എന്ത് ചെയ്തു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളെ വിട്ടയച്ചു നബിയെ, അയാളുടെ പട്ടിണി കൊണ്ടാണ്, അയാൾ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചതാണ്. ചുരുക്കി പറയട്ടെ, മൂന്നാമത്തെ ദിവസവും അയാൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അയാൾ കള്ളനാണ്, പറയുന്നത് മുഴുവൻ കളവാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മൂന്നാമത്തെ ദിവസമായപ്പോൾ അതാ വീണ്ടും കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്നിട്ട് വീണ്ടും മോഷണത്തിന് ശ്രമിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലും വിടുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഇന്ന് നിന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഏൽപ്പിക്കും, നിന്റെ കള്ളത്തരം ഇന്ന് ഞാൻ പിടികൂടി ഹബീബിന്റെ സന്നിധിയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞതാണ് എന്നതുകൊണ്ട് തന്നെ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം, പിശാചിൽ നിന്നും ശൈത്താനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വന്ന മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എന്നാൽ നിങ്ങളുടെ കാവലിനായി അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കുകയും അത് കാരണം ഇബ്ലീസിന്റെ ശൈത്താനിന്റെ
കെണിവലകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും എന്ന് ഒരു വലിയ കാര്യം ആ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ മൂന്നാമത്തെ ദിവസവും വിട്ടയക്കുകയാണ്. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു ഇന്നലെ വന്ന മനുഷ്യനെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളെ പിടികൂടി. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു ആയത്തുൽ കുർസിയുടെ മഹത്വം അയാൾ പഠിപ്പിച്ചു തരികയും ചെയ്തപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ വന്നത് 3 ദിവസവും അവിടെ വന്നത് പിശാചാണ്, രക്ഷപ്പെടാനുള്ള മാർഗമാണ് അയാൾ പറഞ്ഞത്. ചെയ്യുന്നത് മുന്നേ പറഞ്ഞത് മുഴുവൻ കളവാണെങ്കിലും ഈ അവസാനം പറഞ്ഞ ആയത്തുൽ കുർസിയുടെ മഹത്വം സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഉറങ്ങുന്നതിൻ്റെ മുൻപ് നാം ആയത്തുൽ കുർസി പതിവാക്കിയാൽ, എല്ലാ ദിവസവും പതിവാക്കിയാൽ നമുക്ക് അള്ളാഹു ഒരു മലക്കിനെ അയക്കുകയും നമുക്ക് ഇബ്ലീസിന്റെ ശൈത്വാനിന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഒരാൾ ഒരു ബാങ്ക് കൊടുത്ത് അടുത്ത ബാങ്ക് വരെയുള്ള സമയം, എല്ലാ ബാങ്കിന്റെ ഇടയിലും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് ഒരു ബാങ്ക് മുതൽ അടുത്ത ബാങ്ക് വരെയുള്ള സമയത്ത് മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുണ്ട് ഒരു ഹദീസിൽ. അതുപോലെ തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതിയാൽ, അടുത്ത നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതിയാൽ ആ നിസ്കാരത്തിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്നും കാണാം. നേരത്തെ പറഞ്ഞ ഒരു വിഷയം, എന്ത് നഷ്ടപ്പെട്ടാലും എളുപ്പത്തിൽ ലഭിക്കാൻ നമുക്ക് പല സാധനങ്ങളും നഷ്ടപ്പെടാറുണ്ട്. നമ്മുടെ കയ്യിലുള്ള മോതിരം, അതുപോലെ തന്നെ സ്വർണ്ണ മോതിരം, സ്വർണ്ണവള, മാല, അതുപോലെ തന്നെ പല പേപ്പറുകളും, SSLC ബുക്ക്, അല്ലെങ്കിൽ ID കാർഡ്, അല്ലെങ്കിൽ മറ്റു പല വിലപിടിപ്പുള്ള സാധനങ്ങളും നാം തിരയുമ്പോൾ ചിലപ്പോൾ കാണാറില്ല. കുറേ സമയം അതിനുവേണ്ടി സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സമയത്ത് നാം നഷ്ടപ്പെട്ട്, ഇന്നലെ ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് അയാൾ തിരിച്ചു പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നു, എൻ്റെ ചാവി കണ്ടോ, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ അത് ചോദിച്ച ഉടനെ തന്നെ പോയി, അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. നാം ആ സാധനം നഷ്ടപ്പെട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, തിരയാൻ ആരംഭിക്കുമ്പോൾ തന്നെ നാം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുവിധം എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് അതിൻ്റെ അവസാനത്തിലെത്തുന്ന സമയത്ത് ആ സാധനം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും. എല്ലാം അള്ളാഹുവിൻ്റെ ഖളായിൽ നിന്നാണ്, എല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നാം ആയത്തുൽ കുർസി ഓതി ഒരു സാധനം തിരയുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് എത്തിക്കും. അതിൻ്റെ നീയത്ത്, ഈ സാധനം കിട്ടാൻ വേണ്ടി ഞാൻ ആയത്തുൽ കുർസി ഓതുന്നു എന്ന നീയത്തോടു കൂടെ ആവണം. എന്നാൽ ആ കളഞ്ഞുപോയ സാധനമാണെങ്കിലും നമുക്ക് മറ്റു കിട്ടാനുള്ള സാധനങ്ങളാണെങ്കിലും എന്ത് കിട്ടാനാണെങ്കിലും നമുക്ക് കിട്ടാൻ എന്ന നീയത്തോടു കൂടെ നാം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ നമുക്ക് ആ സാധനം ലഭിക്കും. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله على محمد صلى الله